ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ്. അമ്മാ ബഅദ്. 1 മിനിറ്റും 16 സെക്കൻഡുമുള്ള ഒരു വോയിസ്, അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിലൊരു ഹദീസ്, ഇതും കൊടുത്തിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും പുതുതായി ഒരു നന്മയുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, അങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ നല്ലൊരു നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഫലഹു അജ്റുഹ, അവനതിൻ്റെ പ്രതിഫലമുണ്ട്. വ അജ്റുമൻ ആമില ബിഹ ബഅദഹു, അവൻ്റെ ശേഷം അത് കണ്ടുകൊണ്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരുടെയൊക്കെ പ്രവർത്തനം, അതിൻ്റെയൊക്കെ കൂലി ഈ ആദ്യം തുടങ്ങിയ ആൾക്ക് കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ, ഇദ്ദേഹത്തിൻ്റെ ശേഷം ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരുടെ പ്രതിഫലം ഒട്ടും കുറക്കാതെ ഉണ്ടാകും, ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിയാർ ഈ ഹദീസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മങ്കൂസ് മൗലൂദ്, നബിദിനാഘോഷം, കുത്തുബിയ്യത്ത്, അതുപോലെ സമസ്തക്കാരുടെ ഇടയിൽ നിന്നുള്ള എത്രയോ ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ന്യായീകരിക്കുക. നമ്മളത് ബിദഅത്താണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലക്കാണ് ഇപ്പോൾ മുസ്ലിയാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ ഒരു കാര്യം പറയാം. ഖുർആനിൽ ഒരായത്തുണ്ട്, ഫവൈലുൻ ലിൽ മുസല്ലീൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്നാൽ നമസ്കാരക്കാർക്ക് നാശം എന്നാ. ഈ ആയത്ത് പൊക്കി പിടിച്ചിട്ട് നമസ്കരിക്കേണ്ട കാര്യമില്ല, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് ഒരാൾ പറഞ്ഞെന്ന് സങ്കല്പിക്കുക. അതുപോലെയാണ് ഈ മുസ്ലിയാർ ഈ ഹദീസ് കൊണ്ടുവന്നത്. ഈ ഹദീസ് ഏത് സാഹചര്യത്തിലാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്? ഈ കൊടുത്ത വാക്കുകൾ അത് പൂർണ്ണമായി അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, ഇത് ഏത് ബാബിലാണ്? ഇത് ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിൽ വന്നതാണ്. അത് അദ്ദേഹം ഏത് ബാബിലാണ് ഇത് കൊടുത്തത്, എന്തുദ്ദേശത്തിലാണ് കൊടുത്തത്? ഇതൊക്കെ ആ കിതാബൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഇടവും വലവും താഴെയും മേലെയും അതിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കിയാൽ കാര്യങ്ങൾ എളുപ്പം പിടികിട്ടുമല്ലോ. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ ദുർവ്യാഖ്യാനമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇസ്ലാം സമ്പൂർണ്ണമാണ്. അത് അലിയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന് മഹാനായിട്ടുള്ള പ്രവാചകൻ തൻ്റെ ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ നിൽക്കുമ്പോഴല്ലേ ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ, അതിൻ്റെ 3-ാമത്തെ വചനമാണ് ആ ആയത്ത്. സഹോദരങ്ങളെ, ആ ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു തആല തൃപ്തിപ്പെട്ടുകൊണ്ട് അനുഗ്രഹമായി കൊണ്ടിതാ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. അലിയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീനാ. അള്ളാഹു തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ച് ഇതാ മതമായിക്കൊണ്ട്, ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുക. അപ്പോൾ മതം പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ ചോദിച്ചല്ലേ, ഞാൻ നിങ്ങൾക്ക് ഈ ദീനി എത്തിച്ചു തന്നില്ലേ? ഹൽ ബല്ലഗ്തു, അതായത് ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്നില്ലേ? അവർ പറഞ്ഞു അതെ എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അല്ലാഹുമ്മഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ കാര്യങ്ങൾ ദീന് പൂർത്തീകരിച്ചാൽ പോയത്. അപ്പോൾ ഇതിലേക്ക് പുതുതായൊരു ബിദ്അത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. ആ ദലാലത്തുകൾ നരകത്തിലേക്കാണ്. ഓരോ ബിദ്അത്തും, അത് മങ്കൂസ് മൗലൂദ് ഓതിക്കൊണ്ട് നടത്തുന്ന നബിദിനാഘോഷമാകട്ടെ, അതുപോലെ മറ്റുള്ള സമസ്ത ആചാരങ്ങളാകട്ടെ, അത്തരം ബിദ്അത്തുകളൊക്കെ ദീനിലില്ലാത്തതാണ്. ഇവിടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ സഹോദരങ്ങളെ,
ഇത് മഹാനായിട്ടുള്ള ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സഹീഹ് മുസ്ലിമിൽ 1017 നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ്. അപ്പോൾ ഈ വചനമെന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ള ഒരു ബാബ്, ആ ബാബിൻ്റെ പേര് നമുക്കൊന്ന് വായിക്കാം. ബാബുൽ ഹസ്സി അല സ്വദഖ വലൗ ബിഷിക്കി തംറ ഔ കലിമത്തിൻ ത്വയ്യിബത്തിൻ വ അന്നഹാ ഹിജാബും മിനന്നാർ. ഇതാണ് ആ ബാബിൻ്റെ പേര്. ബാബ് പറഞ്ഞ അധ്യായം, അതായത് ഈ ഹദീസ് കൊടുത്തിട്ടുള്ള അധ്യായം, അതിൻ്റെ ആ അധ്യായത്തിൻ്റെ പേരാണിത്. ബാബുൽ ഹസ്സി അല സ്വദഖ, സ്വദഖക്ക് പ്രേരിപ്പിക്കുന്ന അധ്യായം. വലൗ ബിഷിക്കി തംറ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും സ്വദഖ, ഔ കലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ നല്ല വാക്കുകൊണ്ട് സ്വദഖ, വ അന്നഹാ ഹിജാബും മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കും. അഥവാ കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ടെങ്കിലുള്ള സ്വതക്ക, ചെറിയ ചെറിയ സ്വതക്കുകളാണെങ്കിലും അല്ലെങ്കിൽ നല്ല വാക്കുകളാണെങ്കിലും അങ്ങനെ അതൊക്കെ സ്വതക്കയാണ്. ആ സ്വതക്ക നരകത്തു നിന്നുള്ള രക്ഷയാണ്, മറയായിരിക്കും എന്നാണ് ഈ ബാബിൻ്റെ പേര്. എന്നിട്ട് റസൂലുള്ള എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായി ഒരു നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനതിൻ്റെ കൂലിയുണ്ട്, അവന് ഫലഹു അജ്റുഹാ വ അജ്റുമൻ അമില ബിഹാ ബഅദഹു എന്നൊക്കെ എപ്പോഴാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ ഈ ഹദീസിൽ കാണാം, ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ ഉറാത്തുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാ യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്നുള്ള ആയത്തുകളൊക്കെ ഓതി അള്ളാഹിൻ്റെ റസൂല് പറയാണ്, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഈ സദഖക്ക് ആഹ്വാനം ചെയ്തു. അപ്പോൾ തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി മിൻ സൗബിഹി മിൻ സാഇ ബുർരിഹി മിൻ സാഇ തംരിഹി ഹത്താ ഖാല വലൗ ബിഷിക്കി തംറത്തിൻ. അതായത് അള്ളാഹിൻ്റെ റസൂല് പറയാണ്, സദഖക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കാണ്. ഹംദും സ്വലാത്തും ആയത്തുകളൊക്കെ ഓതിയിട്ട് നബി ഇങ്ങനെ സദഖക്ക് പ്രേരിപ്പിക്കുക. അപ്പോൾ ഖാല ഫജാഅ റജുലുൻ മിനൽ അൻസ്വാർ, അൻസാരികളിൽപ്പെട്ട ഒരാൾ കൊണ്ടുവന്നു, ബിസുറത്തിൻ കാദത്ത് കഫുഹു തഅജിസു അൻഹാ ബൽ ഖദ് അജസത്. ഖാല സുമ്മ തതാബഅ അന്നാസു, അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നു. പിന്നെ അത് കണ്ടപ്പോൾ ജനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഓരോന്ന് കൊണ്ടുവരാൻ തുടങ്ങി. ഭക്ഷണം മിൻ തആമിൻ വ സിയാബിൻ അങ്ങനെ കൊണ്ടുവന്നു. അപ്പോഴാ റസൂലുള്ള പറഞ്ഞു. അപ്പോൾ ഇത് മറ്റുള്ള ആളുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആദ്യം ഒരാൾ കൊണ്ടുവന്നത് കണ്ടപ്പോഴാണ് മറ്റുള്ള ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോഴാണ്. അപ്പോൾ ഇവിടെ സ്വതക്ക, ഈ സ്വതക്ക എന്നുള്ളത് ഇസ്ലാമിൽ പുതുതായി ഉണ്ടായൊരു കാര്യമല്ല. സദക്ക ഖുർആനിൽ ഇഷ്ടം പോലെ പറഞ്ഞതാണ്, അള്ളാഹിൻ്റെ റസൂല് പ്രേരിപ്പിച്ചാണ്. അങ്ങനെ പ്രേരണ നൽകിയിട്ടാണ്, അതിന് ശേഷമാണ് ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. മനസ്സിലായല്ലോ? അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇസ്ലാം വളരെ വ്യക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന പുണ്യമുള്ള ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ ആ ഒരു മുസ്ലിം സമൂഹത്തിന് ആവശ്യമാണ്. ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു പള്ളിയിലോ മറ്റോ ഒരു പിരിവെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? നന്മ വിചാരിച്ചിട്ട് ഒരു കാര്യം സംഭാവന കൊടുക്കുന്നു. അത് കണ്ട് മറ്റുള്ള ആളുകളും ചെയ്യുന്നു. അതാണ് ഇതിലുള്ള പാഠം. അതല്ലാതെ ഇതിൻ്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈ സഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഇമാം നവവി ഷാഫി മദ്ഹബുകാരനാണല്ലോ. ആ ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ ഷറഹിൽ എഴുതിയിട്ടുണ്ടോ? ഇത് മങ്കൂസ് മൗലൂദിനുള്ള തെളിവാണ്. ഇത് റബിയുൽ അവ്വൽ 12 അല്ലെങ്കിൽ റബിയുൽ അവ്വൽ മുഴുക്കെ ഈ പിന്നെ നബീൻ്റെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാണെന്ന് എഴുതിയിട്ടുണ്ടോ മുസ്ലിയാരെ? ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് എന്താ, ഇത് ബിദഅത്തിനുള്ള തെളിവല്ല, മറിച്ച് ബിദഅത്ത് കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും, ഏതെങ്കിലും ഒന്നല്ല, മുഴുവൻ ബിദഅത്ത്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, സമസ്തക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ, ആര് ചെയ്താലും ശരി, ബിദഅത്താണ്. വകുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്താണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളും, നരകത്തിലേക്കാണെന്നുള്ള. അപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. സഹീഹ് മുസ്ലിമിൽ 2 തവണ ഈ ഹദീസ്
ആവർത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പൂർണ്ണമായിട്ടുള്ള ആ രൂപം ശരിക്കും വന്നിട്ടുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.